രണ്ടാമത്തെ കണിവെള്ളരി നമ്മളങ്ങനെ വിളവെടുത്തിരിക്കുകയാണ്. നല്ല പഴുത്തത് നോക്കിയാണ് പറിച്ചേക്കുന്നത് കേട്ടോ. ഇനിയുണ്ട് പറിക്കാൻ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കൊക്കെ പുളി തിന്നാൻ നല്ല സൂപ്പർ, ഒരു ചെറിയ മധുരവും പുളിയൊക്കെ ഉണ്ട്. സൂപ്പർ സാധനമൊക്കെ. അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് മസ്കറ്റ് മരുഭൂമിയിൽ വിളയിച്ചെടുത്ത നമ്മുടെ തനിനാടൻ കണിവെള്ളരിയാണിത് കേട്ടോ. ഒരെണ്ണം മതി സാമ്പാറിലൊക്കെ ഇടാൻ. അപ്പം ഇത് നല്ലതായിട്ട് പഴുത്തിട്ട് പറിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിന്ന് 9 എണ്ണം പറിച്ചിട്ടുണ്ട്. ഇനിയും ഈ പരുവായ കുറേ എണ്ണം കിടപ്പുണ്ട്, എല്ലാം കൂടെ പറിക്കണ്ട. അപ്പം ഇതാണ് നമ്മുടെ മസ്കറ്റിലെ കണിവെള്ളരി കൃഷി കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്താൽ ഫലം കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ കാണുന്ന ഈ കണിവെള്ള. ഏകദേശം 10 എണ്ണം വീണ്ടും പറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളരിക്ക പോലെ തന്നെയാണ് എൻ്റെ ഉടുപ്പിൻ്റെ കളർ അല്ലേ, രണ്ടിനും വ്യത്യാസമില്ല. അപ്പം ഇതാണ്, നമുക്ക് എവിടെ ചെന്നാലും കൃഷി വേണമെങ്കിൽ നമുക്ക് വിളയിച്ചെടുക്കാം. സമയത്തിന് ഇതിന് പ്രത്യേകിച്ച് വളം പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ആവശ്യാനുസരണം വെള്ളം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്.